പ്രകാശൻ ചുനങ്ങാട് എഴുതിയ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ 29-ാമത്തെ അധ്യായം ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. അധ്യായം 29 ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. ജലദോഷം, കഫക്കെട്ട്, ചുമ, ചെറിയൊരു പനി. നാട്ടിലാണെങ്കിൽ ടൗണിലുള്ള മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുന്നു. പരിചയക്കാരനായ ഫാർമസിസ്റ്റിനെ കണ്ട് രോഗവിവരം പറയുന്നു. അയാൾ 1-2 ഗുളിക എടുത്തു തരുന്നു. 2 ദിവസം കഴിച്ചിട്ടും അസുഖം കുറവില്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാണുന്നു. ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ടും കഫക്കെട്ടും ചുമയും കുറയുന്നില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോകുന്നു. അമേരിക്കയിലോ പാരസെറ്റമോൾ പോലുള്ള അപൂർവം ടാബ്ലറ്റുകളോ ഫുഡ് സപ്ലിമെൻറ്റുകളോ ഒഴികെ ഒരു മരുന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയില്ല. ഡോക്ടറെ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ ചെന്ന് കാണേണ്ടി വരുന്നു. ഡോക്ടർ പരിശോധിച്ച് അത്യാവശ്യം വേണ്ട മരുന്നുകൾ മാത്രം, പ്രത്യേകം ശ്രദ്ധിക്കുക, അത്യാവശ്യം വേണ്ട മരുന്നുകൾ മാത്രം കുറിക്കുന്നു. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ രോഗിയുടെ കയ്യിൽ കൊടുക്കുന്നില്ല. മെഡിക്കൽ ഷോപ്പിലേക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുന്നു. എന്തിനുമേതിനും ആൻറ്റിബയോട്ടിക്കുകൾ കുറിച്ചു തരുന്ന ശീലം അമേരിക്കയിലെ ഡോക്ടർമാർക്കില്ല. ആൻറ്റിബയോട്ടിക്കുകൾ സജസ്റ്റ് ചെയ്യും, ഒഴിവാക്കാനാവില്ലെന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം. എന്തിനാണ് ഡോക്ടർമാർ ഇവിടെ ഇത്ര കരുതലെടുക്കുന്നത്? കോമ്പൻസേഷൻ എന്ന ഡെമോക്ലിസിൻ്റെ വാൾ ഡോക്ടറുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ തലയ്ക്കു മീതെ തൂങ്ങി നിൽക്കുന്നു. ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ അലംഭാവം കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ഡോക്ടർക്കോ ഹോസ്പിറ്റലിനോ എതിരെ കോടതിയിൽ പോകാൻ അവകാശമുണ്ട് രോഗിക്ക്. രോഗി മരിച്ചു പോയാലോ അടുത്ത ബന്ധുക്കൾക്ക് കനത്ത തുക കോമ്പൻസേഷനായി നൽകേണ്ടി വരും. മിൽപിറ്റസിൽ എവിടെയാണ് ഡോക്ടർമാർ താമസിക്കുന്നത്? ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഒരു വീടിൻ്റെ മുമ്പിലും ഡോക്ടർ എന്നൊരു നെയിം ബോർഡ് കണ്ടില്ല. ഡോക്ടറെ ക്ലിനിക്കിൽ ചെന്ന് കാണണമെങ്കിലോ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കണം. ഡോക്ടറെ ഇന്ന് തന്നെ കണ്ടേ തീരൂ എന്നാണെങ്കിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കണമെന്നില്ല, പക്ഷേ ഇരട്ടി ഫീസ് കൊടുക്കേണ്ടി വരും. ഇടയ്ക്കൊരു ദിവസം എനിക്ക് ഡോക്ടറെ ബുക്ക് ചെയ്ത് കാണേണ്ടി വന്നു. ഡോക്ടറുടെ ഫീസ് വെറും $140. പാവം ഇന്ത്യൻ റുപ്പിയിൽ 11,000 രൂപ. ഇരട്ടി ഫീസ് അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഹോസ്പിറ്റലിൽ മുൻഗണനയുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഡോക്ടർ പറയുന്ന ദിവസം പറയുന്ന സമയത്ത് കൺസൾട്ടേഷൻ പോകുന്നത് നോർമൽ. ഇരട്ടി ഫീസ് അടച്ച് ഉടനെ ഡോക്ടറെ കാണുന്നത് അർജൻറ്റ്. പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചു വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ കാഷ്വാലിറ്റി സർവീസ് പോലെ ഇത് എമർജൻസി. ഫീസ് പിന്നെയും കൂടും. ചികിത്സ പണച്ചെലവുള്ള കാര്യമാണ് അമേരിക്കയിലെന്ന് നാട്ടിൽ വെച്ചേ കേട്ടിരുന്നു. സുഹൃത്തായ പല്ല് ഡോക്ടർ എന്നെ പേടിപ്പിക്കുകയും ചെയ്തു. റൂട്ട് കനാൽ ചെയ്യണം, അതാണ് ഏക പോംവഴിയെന്ന് ഡോക്ടർ. അമേരിക്കയ്ക്ക് പറക്കേണ്ട ദിവസം അടുത്തു വരുന്നു. അവിടെ ചെന്നിട്ട് റൂട്ട് കനാൽ ചെയ്യിക്കാമെന്ന് ഞാൻ. 3 സിറ്റിംഗ് വേണം റൂട്ട് കനാൽ മുഴുവിപ്പിക്കാൻ. ആവാം, പക്ഷേ ലക്ഷങ്ങൾ ചിലവാകുമെന്ന് ഡോക്ടർ. ഉള്ള സമയം കൊണ്ട് റൂട്ട് കനാൽ ചെയ്ത് ടെമ്പററി ക്യാപ്പിട്ട് തരാമെന്ന് ഡോക്ടർ. അങ്ങനെയാകട്ടെ എന്ന് ഞാൻ. പറഞ്ഞപടി നല്ലവനായ ഡോക്ടർ സുഹൃത്ത് പല്ല് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിട്ട് തന്നു. പണമുണ്ടാക്കാനായി മാത്രം അമേരിക്കയിലെ ഹോസ്പിറ്റലുകൾ ചികിത്സിക്കാറില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. എങ്കിലും ചികിത്സിക്കണമെങ്കിൽ പണം വേണം. ലോകത്തെവിടെ കിട്ടുന്നതിനേക്കാളും വിദഗ്ധ ചികിത്സ ലഭിക്കും ഇവിടെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പോലും അമേരിക്കയിലേക്ക് പറന്നെത്തുന്നത്. അമേരിക്കൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളെ മൂരാച്ചികൾ എന്ന മുദ്ര കുത്തുന്നതിന് മുമ്പ് ഒരതിശയം കേൾക്കുക. പണമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ആർക്കും ചികിത്സ നിഷേധിക്കുന്നില്ല. ഇത്ര $, കെട്ടിവെച്ചാലേ ചികിത്സ തുടങ്ങൂ, ഓപ്പറേഷൻ നടത്തൂ എന്നൊന്നും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വാശി പിടിക്കുന്നുമില്ല. ചികിത്സകൾ നടത്തിയ ശേഷം ബില്ല് വരും. പല്ല് ഡോക്ടർ പേടിപ്പിച്ച പോലെ ലക്ഷങ്ങളുടെ ബില്ല്. സാധാരണ നിലയ്ക്ക് ചികിത്സാ ചെലവ് ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നു. പോളിസിയിൽ കവിഞ്ഞ തുകയ്ക്കാണ് ബില്ല് വരുന്നതെങ്കിൽ അധികം വരുന്നത് രോഗിയോ അയാളുടെ ബന്ധുക്കളോ അടയ്ക്കണം. ഇൻഷുറൻസ് പോളിസി ചെറിയൊരു തുകയ്ക്ക് മാത്രം. നിങ്ങളൊരു പാവപ്പെട്ടവനാണ്, അത്രയും തുക നിങ്ങളെ കൊണ്ട് അടയ്ക്കാൻ കഴിയില്ലെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് ബോധ്യപ്പെടുകയാണെങ്കിൽ എങ്കിൽ ആ തുക അവർ എഴുതിത്തള്ളും. അരുണിൻ്റെ സുഹൃത്ത് ലിയോ ആണ് ഈ രഹസ്യം എന്നോട് വെളിപ്പെടുത്തിയത്. ലിയോ പറഞ്ഞത് ശരിയാണെന്ന് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അധ്യായം 30 ഒരങ്ങാടിയിൽ 2 വാണിഭം.
ഒരങ്ങാടിയിൽ 2 വാണിഭം പാടില്ലെന്ന് പഴമക്കാർ. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ചികിത്സ തേടി വരുന്ന ഇരു കൂട്ടർക്കും ഒരേ ചികിത്സയാണ് അമേരിക്കയിലെ ഹോസ്പിറ്റലുകളിൽ ലഭിക്കുന്നത്. അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് CT സ്കാൻ, MRI സ്കാൻ, മറ്റേതെങ്കിലും ചെലവേറിയ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ രോഗനിർണയത്തിന് ഏതൊക്കെ പരിശോധനകൾ ആവശ്യമാണെന്ന് ഡോക്ടറാണല്ലോ നിശ്ചയിക്കേണ്ടത്. വില കൂടിയ മരുന്നുകളായിരിക്കും ഡോക്ടർ കുറിക്കുക. എൻ്റെ അനുഭവം പറയാം. 10 വർഷം മുമ്പ് മൂത്രത്തിൽ കടുത്ത അണുബാധ മൂലം ക്ഷേത്രനഗരിയിലെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് അഡ്മിറ്റ് ആകേണ്ടി വന്നു. ഞാൻ AC റൂമിൽ ഡോക്ടറെ കാത്തു കിടക്കുന്നു. ഡോക്ടർ വന്നു, പരിശോധിച്ചു. ഇൻഷുറൻസ് ഉണ്ടോ? ഡോക്ടറുടെ സ്നേഹസ്മരണമായ അന്വേഷണം. ഉണ്ട് ഡോക്ടർ. ഡോക്ടറുടെ മുഖം വികസിക്കുന്നതും പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതും ഞാൻ കണ്ടു. കാരുണ്യവാനായ അദ്ദേഹം ഒരു ആൻറ്റിബയോട്ടിക്കിന് എഴുതി തന്നു. US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. വിഷമിക്കേണ്ട, ഹോസ്പിറ്റലിൽ സ്റ്റോക്കുണ്ട്. ഒരു ഇഞ്ചക്ഷന് 800 രൂപ, 3 നേരം, ഓരോന്ന് വീതം 7 ദിവസം. ചെയ്യാവുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തു. ചികിത്സ മുറയ്ക്ക് നടന്നു. എല്ലാം ഓക്കെയായി. ഒന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർ. ഞാനെന്തിനു പേടിക്കണം? പേടിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയല്ലേ? ഡോക്ടർമാരുടെ ആത്മാർത്ഥ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്കും തിരിച്ച് ജീവിതത്തിലേക്കും മടങ്ങി വന്ന അനുഭവം എനിക്കുമുണ്ടായിട്ടുണ്ട്. ഒറ്റപ്പാലം വാണിയംകുളത്തെ PK ദാസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 2 വർഷം മുമ്പ്. ക്ഷേത്രനഗരിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 60,000 രൂപയുടെ ബില്ല് അടയ്ക്കേണ്ടി വന്നു. ഞാൻ പോളിസി എടുത്ത ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ഹോസ്പിറ്റലുമായി ടൈം അപ്പ് ഇല്ലാത്തതിനാൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടിയില്ല. പകരം ബില്ലടച്ച് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി ക്ലെയിം അയക്കേണ്ടി വന്നു. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് യഥാകാലം മറുപടി വന്നു, ഈ അസുഖം നിങ്ങൾക്ക് നേരത്തെ ഉള്ളതാകുന്നു. നിങ്ങൾ പോളിസി എടുത്തിട്ട് 2 വർഷം പൂർത്തിയായിട്ടില്ലാത്തതിനാൽ ക്ലെയിം നിരസിക്കേണ്ടി വന്നിരിക്കുന്നു. സദയം ക്ഷമിക്കുക. ഞാൻ ക്ഷമിച്ചു. ക്ഷമാ ബലമശക്തനാം, ശക്താനാം ഭൂഷണം ക്ഷമ. ക്ഷമ അശക്തന് ബലവും ശക്തന് ഭൂഷണവുമാകുന്നു എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. അധ്യായം 31. ഹോംലെസ്. ഹോംലെസ് എന്നൊരു വർഗത്തെ കാണാം മിൽപിറ്റാസിൽ. തൊഴിലില്ല, തലചായ്ക്കാനൊരിടമില്ല, ഭാര്യയോ മക്കളോ ബന്ധുക്കളോ ഇല്ല. റോഡരികിലിരിക്കുന്ന വേസ്റ്റ് ബിന്നുകൾ പരതി പ്ലാസ്റ്റിക് സാധനങ്ങൾ പെറുക്കിയെടുത്ത് ചാക്കിൽ നിറച്ച് ഇവർ ട്രോളിയിൽ തള്ളിക്കൊണ്ടു പോകുന്നു. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനിയിൽ കൊണ്ടുകൊടുത്താൽ ചില്ലറ എന്തെങ്കിലും തടയുമായിരിക്കും. മോഷണം തൊഴിലല്ലെങ്കിലും വീട്ടുകാരുടെ അശ്രദ്ധ പലപ്പോഴും ഈ വകുപ്പിൽ പെടുന്നവർക്ക് അനുഗ്രഹമാകാറുണ്ട്. എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഗാരേജുകൾ വല്ലപ്പോഴും തുറന്നു കിടന്നെന്ന് വരാം. കയ്യിൽ തടയുന്നതുമായി കടന്നു കളയുന്നു ആ വഴി പോകുന്ന ഹോംലെസ്സുകൾ. സാനോസേയിൽ ടൗൺ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന അഖിലയുടെ കൂട്ടുകാരി അമൂല്യ അവരുടെ അനുഭവം ഞങ്ങളോട് പറഞ്ഞു. 2 നില അപ്പാർട്ട്മെൻറ്റുകൾ തൊട്ടു കിടക്കുന്നു. സിറ്റിക്കകത്ത് ഒരു കോമ്പൗണ്ടിൽ. സിറ്റിയിൽ സ്ഥലപരിമിതി അനുഭവപ്പെടുമ്പോഴാണ് ടൗൺ അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. കർത്താവിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ഒരവസ്ഥ മിൽപിറ്റാസിൽ തൽക്കാലമില്ല. അമൂല്യയുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ ഗാരേജ് തുറന്നു കിടക്കുന്നു. കോമ്പൗണ്ടിൽ ആക്രി പെറുക്കി നടക്കുന്ന ഒരു ഹോംലെസ് ഗാരേജ് തുറന്നു കിടക്കുന്നത് കാണുന്നു. കക്ഷി അകത്ത് കയറുന്നു. കൊള്ളാവുന്നത്ര സാധനങ്ങൾ ചാക്കിൽ നിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമൂല്യ ശബ്ദം കേട്ട് അങ്ങോട്ട് എത്തി നോക്കുന്നത്. സിസ്റ്റർ, നിങ്ങളൊന്നും കണ്ടിട്ടില്ല? ഇത് സിസ്റ്ററിൻ്റെ ഗാരേജ് അല്ലല്ലോ. വേലിയിൽ കിടക്കുന്ന പാമ്പിനെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുകയാണ് നല്ലതെന്ന് അമൂല്യയും കരുതി. പിന്നീട് എപ്പോഴും സ്വന്തം ഫ്ലാറ്റിൻ്റെ ഗാരേജ് അടയ്ക്കാനും താഴിടാനും അമൂല്യ പ്രത്യേകം ശ്രദ്ധിച്ചു. സാമാന്യം മുഷിഞ്ഞ വേഷത്തിൽ നടക്കുന്ന ഹോംലെസ്സുകൾ റെസ്റ്റോറൻറ്റുകളിൽ കയറുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അയിത്തക്കാരെ പോലെ ഇവർ സ്വയം അകന്നു മാറി നടക്കുന്നു. സമ്പന്ന രാജ്യമായ അമേരിക്കയിലും ഭിക്ഷക്കാരോ എന്ന് ആദ്യ ദിവസങ്ങളിൽ ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു. അപൂർവം ചിലർ വഴിവക്കിലിരുന്ന് ദപ്പുകൊട്ടി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് കണ്ടു. മുന്നിൽ വിരിച്ചിട്ട തുണിയിൽ ആരെങ്കിലും നാണയത്തുട്ടുകളോ ഡോളറിൻ്റെ തീരെ ചെറിയ നോട്ടുകളോ എറിഞ്ഞു കൊടുക്കുന്നു. ഏതെങ്കിലും പാലത്തിൻ്റെ ചുവട്ടിൽ സിറ്റിയുടെ വിജനമായ മൂലകളിൽ ഉപായത്തിലൊരു ടെൻറ്റ് കെട്ടി ഹോംലെസ് കഴിഞ്ഞുകൂടുന്നു. സൂപ്പർ മാർക്കറ്റുകളുടെ പാർക്കിംഗ് ഏരിയകളിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ട്രോളികൾ ഉണ്ടാവും ഓരോ ഹോംലെസ്സിൻ്റെയും കൈവശം. ആക്രി സാധനങ്ങൾ കുത്തി നിറച്ച ട്രോളികൾ തള്ളിക്കൊണ്ടു പോകുന്ന ഹോംലെസ്സുകൾ എന്നെ എപ്പോഴും നൊമ്പരപ്പെടുത്തുന്നു. ഹോംലെസ് എന്ന പദം പരിഷ്കൃതമാണ്, സംശയമില്ല.
അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ഇരന്നും ചില്ലറ കളവും നടത്തിയും ജീവിതം തള്ളി നീക്കുന്ന ഇന്ത്യയിലെങ്ങും കണ്ടുമുട്ടുന്ന ഭിക്ഷക്കാർ തന്നെയാണ് അമേരിക്കയിലെ ഹോംലെസ്സുകൾ. ഇവരെ പുനരധിവസിപ്പിക്കാൻ ഓരോ സ്റ്റേറ്റും ആകാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ ഒരു തരത്തിലുമുള്ള കെട്ടുപാടുകളും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെയെപ്പറ്റി ഓർക്കാത്തവർ, നാളെയെപ്പറ്റി വേവലാതിപ്പെടാത്തവർ. ഹോംലെസ്സുകളുടെ കൂട്ടത്തിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നവരുമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവരെ തെളിച്ചുകൊണ്ടുപോയി എവിടെയെങ്കിലും കുടിയിരുത്താമെന്ന് വെച്ചാൽ ബന്ധൂരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ഇതാണല്ലോ നമ്മുടെ നാട്ടിലെയും ഭിക്ഷയാചിച്ച് നടക്കുന്നവരുടെ മനോഭാവം. പാസ്പോർട്ടോ വിസയോ ഇവർക്കുണ്ടാവില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ അഭയാർത്ഥികളായി വന്നവർ, യുദ്ധങ്ങളുടെ കെടുതി അനുഭവിച്ചവർ. പല രാജ്യക്കാരും കാണും ഹോംലെസ്സുകളുടെ കൂട്ടത്തിൽ. ഇവർ ഒന്നിച്ചു കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തമായി തുന്നിയുണ്ടാക്കിയ കൊച്ചു ടെൻറ്റിൽ ഒറ്റയ്ക്ക്. ക്രിസ്ത്യൻ പള്ളികളോട് ബന്ധപ്പെട്ട സേവന സംഘടനകൾ ഇത്തരക്കാർക്ക് ആഴ്ചയിലൊരിക്കൽ ആഹാരപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് രഹ്ന പറഞ്ഞു. ആതുര സേവനത്തിൽ അതീവ തൽപരയാണ് രഹ്നയെന്ന് അരുൺ. ആയ കാലത്തെ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു ഇവരൊക്കെ. കൊറിയ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് ഈ രാജ്യങ്ങളിൽ നിന്നെത്തിയ അഭയാർത്ഥികളുടെ സന്തതികൾ ആണ് ഏറെയുമെന്ന് പറയപ്പെടുന്നു. തൊട്ടയൽപ്പക്കമായ മെക്സിക്കോവിൽ നിന്ന് തെളിഞ്ഞും ഒളിഞ്ഞും അതിർത്തി കടന്നു വരുന്ന മെക്സിക്കോക്കാരും കാണും കൂട്ടത്തിൽ ധാരാളം. വെള്ളക്കോളർ ജോലികൾ അല്ലാതെയുള്ള കായികാധ്വാനം ആവശ്യമുള്ള പണികൾക്ക് മെക്സിക്കനെയാണ് സിലിക്കൺ വാലിയിലെങ്കിലും അമേരിക്കക്കാർ ആശ്രയിക്കുന്നത്. ഇവിടെ ചേക്കേറിയവരും. അമേരിക്കയുടെ മറ്റിടങ്ങളിലും സ്ഥിതി മറിച്ചല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അമേരിക്കയ്ക്ക് ഹോംലെസ് എന്ന് വിളിക്കുന്ന ഇവരുടെ സേവനം ഇനി ആവശ്യമില്ല. ഇനിയൊരംഗത്തിന് ഇവർക്ക് ബാല്യവുമില്ല. ഹോംലെസ്സുകളെ അതാതു നാടുകളിലേക്ക് കയറ്റിവിടണമെങ്കിൽ മതിയായ രേഖകളില്ല. ഈ മനുഷ്യർ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ല. ഏതു രാജ്യക്കാരനായാലും ആ രാജ്യക്കാർക്ക് ഇവരെ വേണ്ട. മെക്സിക്കോക്കാരനാണെങ്കിൽ മെക്സിക്കോയ്ക്ക് വേണ്ട, കൊറിയയ്ക്കും വിയറ്റ്നാമിനും ഫിലിപ്പൈൻസിനും വേണ്ട. അധ്യായം 32. ജയിലുകൾ ഇങ്ങനെയും. ഒരു പ്രഹേളിക പോലെ അവിശ്വസനീയവും വിചിത്രവുമാണ് അമേരിക്കയിലെ ചില കാര്യങ്ങൾ. സ്റ്റേറ്റ് നിയന്ത്രണത്തിലുള്ള ജയിലുകളുടെ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഉള്ളത് പറഞ്ഞാൽ എനിക്ക് ഷോക്കായി. കള്ളന്മാരും കൊലപാതകികളും തട്ടിപ്പുകാരും വിഹരിക്കുന്ന ജയിലുകൾ ഭരിക്കുന്നത് സ്വകാര്യ മേഖലയോ? അതെങ്ങനെ ശരിയാവും? ഇതെന്താണ് സായിപ്പേ ഇങ്ങനെയെന്ന് അമേരിക്കക്കാരനോട് ചോദിച്ചു നോക്കൂ. അയാൾ മനോഹരമായൊരു ചിരി സമ്മാനിക്കും. കൂടുതൽ ചോദിച്ചറിഞ്ഞു വന്നപ്പോഴല്ലേ സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടിയത്. സ്വകാര്യ കമ്പനികളാണ് ജയിലിലെ അന്തേവാസികളുടെ ആഹാരാദി നിത്യ ചെലവുകൾ വഹിക്കുന്നത്. ഒരു കമ്പനി ജയിൽ ഏറ്റെടുക്കുമ്പോൾ കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ജയിലിനകത്ത് ആരംഭിക്കുന്നു. ജയിലിലെ അന്തേവാസികൾ കമ്പനിക്ക് വേണ്ടി ഈ ഫാക്ടറികൾ പണിയെടുക്കുന്നു. അതിനവർക്ക് വേതനവും ലഭിക്കും. വളരെ കുറവായിരിക്കും വേതനം എന്നു മാത്രം. സ്വാഭാവികമായി കമ്പനിയുടെ ലാഭം മേലോട്ടുയരുന്നു. അധിക ലാഭത്തിൽ പകുതി മതിയാകും തടവുകാരുടെ ആഹാരാദി ചെലവുകൾക്ക്. തടവുകാരുണ്ടാക്കുന്ന ചപ്പാത്തിയും മുട്ടക്കറിയും ചിക്കൻ കറിയും മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും. ഞാൻ തന്നെ പലപ്പോഴും VU സെൻട്രൽ ജയിലിൻ്റെ കവാടത്തിനോട് ചേർന്നുള്ള ഭക്ഷണശാലയിൽ നിന്ന് പാർസൽ വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ട്. നല്ല ഭക്ഷണം, പറയാതെ വയ്യ. പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ 32ാമത്തെ അധ്യായം ജയിലുകൾ ഇങ്ങനെയും ഇവിടെ അവസാനിക്കുന്നു. നന്ദി.